എൻ്റേന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്ളോഗാണ്. അതത്ര ദീർഘമായ വ്ളോഗല്ല. ഞങ്ങളുടെ ഗ്രാമം എന്ന് പറഞ്ഞാൽ പെരുമ്പിള്ളി, ആമ്പലൂർ രണ്ടും തൊട്ടടുത്തടുത്തുള്ള ഗ്രാമമാണ്. അതിൽ ഞങ്ങൾ താമസിക്കുന്ന പെരുമ്പിള്ളി എന്ന് പറയുന്ന സ്ഥലമാണ്. വളരെ മനോഹര ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണ്. ചുറ്റിനും അമ്പലങ്ങളും പാടം, തോട്, ഹൈവേ, പിന്നെ നല്ല നല്ല അമ്പലങ്ങൾ, അങ്ങനെ ഒരുപാട് ഭൂപ്രകൃതിയുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ ചെറിയ വ്ളോഗായിട്ട് കുറച്ച് സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ചേർന്ന ഒരു പറമ്പാണ്. ഇവിടെ പശുക്കളെയൊക്കെ കൊണ്ട് കെട്ടാറുണ്ട്. ഇന്ന് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ചിത്രശലഭങ്ങൾ നന്നായി പറന്ന് കളിക്കുന്ന ഒരു നാടാണ് ഞങ്ങളുടെ ഈ നാട് എന്ന് പറയുന്നത്. പിന്നെ വളരെ പ്രകൃതി ശുദ്ധമായ ഒരു സ്ഥലമാണ്. അപ്പം നമുക്കിനി പുറത്തേക്ക് പോകാം, പുറത്തെ കാഴ്ചകൾ കാണാം. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് പാടപ്രദേശമാണ്. ഒരു എന്ത് പറയുന്ന 750 മീറ്റർ ദൂരമേ ഉള്ളൂ ഈ സ്ഥലം എന്ന് പറയുന്നത്. പാടമാണ്. പാടത്തിനോട് തൊട്ട് അടുത്തായിട്ടാണ് ഇതൊരു അമ്പലമാണ്. ഇത് നമ്മുടെ പാടത്തുകാവ് എന്ന് പറയും. അതിനോട് ചേർന്ന് ഒരു അമ്പലക്കുളമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുളം. ഇവിടെ 2 അമ്പലം ചേർന്നുണ്ട്. ഒന്ന് നമ്മുടെ പാടത്തുകാവും, അടുത്തത് വൈലോപ്പള്ളി എന്ന് പറയുന്നതാണ്. 2 അമ്പലത്തിൻ്റെ ഇടയ്ക്കാണ് ഈ കുളം എന്ന് പറയുന്നത്. ഒരുപാട് അടിയൊഴുക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഭഗവതി ക്ഷേത്രമാണ്. ഇത് കൂട്ടേക്കാവ് എന്നറിയുന്നു. കാഞ്ഞിരമറ്റത്തിനോട് അടുത്താണ്, എറണാകുളം ഡിസ്ട്രിക്റ്റ് തന്നെ. അപ്പം ഇത് കുറച്ച് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു അമ്പലമാണ്. ആമേട എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. സർപ്പത്തിൻ്റെ ഇത് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്, കാഞ്ഞിരമറ്റം റെയിൽവേ സ്റ്റേഷൻ. ഇത് നേരെ പോകുന്നത് തിരുവനന്തപുരത്തേക്കുള്ള റൂട്ടാണ്. ഇത് ഒരുപാട് പഴക്കമുള്ള സ്റ്റേഷനാണ്. ഇവിടെ ലോക്കൽ ട്രെയിൻസ് എല്ലാം നിർത്തി കിട്ടും. പിന്നെ ഇത് നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ളതായ കായലിനോട് ചേർന്ന് കിടക്കുന്ന പാടപ്രദേശങ്ങളാണ്. ഇവിടെയൊന്നും ഒരു ചേഞ്ചസും ഇതുവരെയും വന്നിട്ടില്ല. അപ്പം ഇത് ഒത്തിരി വർഷങ്ങളായിട്ട് നമുക്ക് പറയാൻ പോലും പറ്റില്ല. നമ്മളുടെ കാഴ്ചയിൽ ഇതൊരുപാട് പഴക്കമുള്ള ഒരു പ്രദേശമാണ്. ഒരു മാറ്റങ്ങളും വരുത്താത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. വളരെ മനോഹരമാണ് കാഴ്ചകൾ ഇവിടെയുള്ളത്. പിന്നെ സന്ധ്യയാകുമ്പോഴത്തേനും സൂര്യാസ്തമയത്തിൻ്റെ സമയത്ത് നമുക്ക് വളരെ ഭംഗിയുള്ള വെള്ളത്തിൻ്റെ അകത്തേക്ക് സൂര്യൻ വന്ന ആ നിൽപ്പ് വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഇവിടത്തേത്. പിന്നെ ഇപ്പോഴും ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തേക്ക് കടക്കാനായിട്ട്. ഏറുമാടം എന്ന് പറയപ്പെടുന്നതാണ് ദൂരെ കാണുന്നത്. പിന്നെ ഇത് പാടത്തോട് ചേർന്ന് വീടുകളൊക്കെ ഉണ്ട്. എന്നൊരു അധികം വീടുകളൊന്നുമില്ല. വൈകുന്നേരത്തെ സഞ്ചാരത്തിന് വേണ്ടി ആൾക്കാർ ഇറങ്ങും. ഇത് ബോട്ടിംഗ് എന്ന് പറയുന്നത് പൂത്തോട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മുടെ അടുത്ത് നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. കായലാണ്. കായലിലേക്ക് കായൽ തീരങ്ങളിലൂടെ ഉള്ള യാത്രയാണിത്. അപ്പോൾ ഇത് നമുക്ക് ഒരു 40-45 മിനിറ്റ് പാണാർവള്ളി എന്ന സ്ഥലം വരെ ഈ ബോട്ടിന് നമുക്ക് പോകാം. യാത്രയ്ക്ക് വളരെ കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ്. സർക്കാരിൻ്റെ ബോട്ടാണ്. അപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർ ഈ ബോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇപ്പറേ വരിക. കായലിനോട് ചേർന്ന ഈ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിൽ പെടും. പിന്നെ ഇവിടെ അങ്ങനെ വെള്ളം അങ്ങനെ ഒരുപാട് വെള്ളം കടലിൽ ഏറ്റം വരുമ്പോഴൊന്നും അങ്ങനെയൊന്നും കയറാറൊന്നുമില്ല. വെള്ളപ്പൊക്കമൊന്നും ഇവിടെ അധികമൊന്നും സംഭവിക്കാറില്ല. പിന്നെ തീരദേശങ്ങളിൽ നന്നായി കൃഷി സ്ഥലങ്ങളാണ്. ഈ ലെഫ്റ്റ് സൈഡ് ആലപ്പുഴയും റോഡ് ഇതിന് ഇടയ്ക്കുള്ള റോഡാണ്. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്റ്റ്. ഇത് നമ്മുടെ കാഞ്ഞിരമറ്റത്ത് ഉള്ള ഞങ്ങൾ ഒരു കോഫി ഹൗസ് ഇപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഈ സ്ഥലത്താണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിക്കാനൊക്കെ വരുന്നത്. ഞങ്ങളുടെ പച്ചക്കറി മേടിക്കുന്ന കടയാണ് റൈറ്റ് സൈഡിൽ. അപ്പോൾ ഈ നേരെ പോകുന്നത് പൂത്തോട്ടയ്ക്കാണ്. ഇപ്പം ഈ വഴി നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്.